റോണി കെ ബേബി, അത്തരത്തിൽ ഈ റിവ്യൂ ഹർജി പരിഗണിക്കുകയാണെങ്കിൽ എന്താകും താങ്കൾ അതിനെ നോക്കിക്കാണുക? കാരണം രണ്ടംഗ ബെഞ്ച് ഭരണഘടനാ ബെഞ്ചല്ല എന്നുള്ളതിന്റെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റിവ്യൂ ഹർജി നൽകുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ നോക്കിക്കാണാം? ഞാൻ എന്നോട് ചോദിച്ച ചോദ്യത്തിലേക്ക് വരുമ്പോൾ ബഹുമാനപ്പെട്ട ശ്രീപത്മനാഭൻ പറഞ്ഞ ഒരു കാര്യത്തിനോട് ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. അദ്ദേഹം പറഞ്ഞത് 7 സർവകലാശാലകളുടെ വൈസ് ചാൻസലറുമായി ബന്ധപ്പെട്ട നിയമം അതാണല്ലോ ഇപ്പോൾ സുപ്രീം കോടതിയുടെ അംഗീകാരത്തോടെ അത് നിയമമായി മാറിയിരിക്കുന്നത്. പക്ഷെ അതിനൊരു പ്രശ്നമുണ്ട്. അത് നവംബർ 18-ാം തീയതി വെച്ചാണ് ആ നിയമം പാസ്സായിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ UGCയുടെ പുതിയ ഇത് വന്നിരിക്കുന്നത് 2025 ജനുവരിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് കരട് മാത്രമേ വന്നിട്ടുള്ളൂ. പുതിയ ഈ പറയുന്ന വൈസ് ചാൻസലറെ തെരഞ്ഞെടുക്കുന്ന സെർച്ച് കമ്മിറ്റിയുടെ ഘടനയുമൊക്കെയായി ബന്ധപ്പെട്ടുള്ള കരട് UGCയുടെ ഡ്രാഫ്റ്റ് മാത്രമേ വന്നിട്ടുള്ളൂ. ഇപ്പോൾ നിലവിലിരിക്കുന്ന UGCയുടെ 2016 റെഗുലേഷൻസ് ആണ്. ആ 2016 റെഗുലേഷൻസ് വെച്ച് ഇപ്പോൾ ഈ പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാട് സർക്കാരിന് മുന്നോട്ട് പോകാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഇപ്പോൾ എന്നോട് ചോദിച്ച ഈ ചോദ്യം, ആ ചോദ്യത്തിന്റെ അകത്ത് ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, കേരള ഗവർണറുടെ പ്രസ്താവന ഇത് തീർത്തും ഭരണഘടനാ വിരുദ്ധമാണ്. കാരണം ഇപ്പോൾ ഈ രണ്ടംഗ ബെഞ്ചിന്റെ വിധി നാളെ സ്റ്റേ ചെയ്യുമോ, അല്ലെ റിവ്യൂ പെറ്റീഷന്റെ ഫലമായിട്ട് അത് ഒരു വിശാല ബെഞ്ചിലേക്കോ ഭരണഘടനാ ബെഞ്ചിലേക്കോ പോകുമോ ഇല്ലയോ എന്നുള്ളത് നാളത്തെ കാര്യമാണ്. ഇത് നാളെ വരാനിരിക്കുന്ന ദിവസങ്ങൾ തീരുമാനം എടുക്കേണ്ടതാണ്. പക്ഷെ ഇപ്പോൾ നിലവിലുള്ളത് അത് ഭരണഘടനാ വിരുദ്ധമാണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ നമുക്ക് പറയാവോ നിഷേധിക്കുകയോ ചെയ്യാമെങ്കിലും ഇപ്പോൾ ഈ രാജ്യത്ത് നിലവിലിരിക്കുന്നത് ആ സുപ്രീം കോടതി വിധിയാണ്. അതിന്റെ അൺകോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി എന്താണെങ്കിൽ അത് ചോദ്യം ചെയ്യട്ടെ. അത് കോടതിക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ അത് തിരുത്തട്ടെ. പക്ഷെ അത് തിരുത്തപ്പെടുവോളം ഇപ്പോൾ ഈ രാജ്യത്ത് നിലനിൽക്കുന്നത് ആ സുപ്രീം കോടതി വിധിയാണ്. അപ്പൊ ആ സുപ്രീം കോടതിയുടെ വിധി എനിക്ക് ബാധകമല്ല എന്ന് ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ ഒരു ഭരണഘടനാ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു അത്രയും പ്രധാനപ്പെട്ട ഒരു വ്യക്തി തന്നെ പറയുന്നത് വളരെ ലജ്ജാകരം എന്ന് മാത്രമേ എനിക്ക് അതിനകത്ത് പറയാനുള്ളൂ. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും അത്ര റെസ്പോൺസിബിൾ ആയിരിക്കുന്ന ഒരു പോസ്റ്റിൽ ഇരിക്കുന്ന ഒരാളുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും അങ്ങനെ ഒരു പരാമർശം പാടുള്ളതല്ല. അദ്ദേഹം ഇംഗ്ലീഷ് ദിനപത്രത്തിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് അത് ഭരണപരമായ തീരുമാനമാണ്, ഭരണഘടനാപരമായ തീരുമാനമല്ല. അങ്ങനെയൊന്നും ഒരിക്കലും ഒരു ഗവർണർ പറയാൻ പാടില്ല എന്നുകൂടി ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. പിന്നെ ഇവിടെ സുപ്രീം കോടതിയുടെ പ്രത്യേക അധികാരം പറയുന്ന ആർട്ടിക്കിൾ 142, ഇതിനകത്ത് പ്രത്യേക അധികാരം പറയുന്നത് ഈവൻ കോൺസ്റ്റിറ്റ്യൂഷണൽ മാറ്റേഴ്സിൽ മാത്രമല്ല പറയുന്നത്, ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എങ്കിൽ അവിടെ ഇടപെടുവാനുള്ള അധികാരം വളരെ വ്യക്തമായി തന്നെ സുപ്രീം കോടതിക്കുണ്ട്. ഇത് സിംഗിൾ ബെഞ്ചാണെന്നോ ഡിവിഷൻ ബെഞ്ചാണെന്നോ അല്ലെങ്കിൽ ഇന്ത്യൻ ബെഞ്ചാണെന്നോ ഒന്നും പറയുന്നില്ല. പിന്നെ എന്റെ പരിമിതമായ അറിവ് വെച്ച് ഞാൻ പറയുന്ന വാദം തെറ്റാണെങ്കിൽ അത് തിരുത്താം. ഭരണഘടനാപരമായ വിഷയങ്ങളിൽ ഭരണഘടനാ ബെഞ്ച് മാത്രമേ തീരുമാനമെടുക്കൂ എന്ന് ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിനു മുൻപും ഭരണഘടനാപരമായ എത്രയോ വിഷയങ്ങളില്ല കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് അവ്യക്തതയുള്ള കാര്യങ്ങളില്ല. ഇപ്പോൾ കേശവാനന്ദ ഭാരതി കേസ് പോലെയോ അല്ലെ SR ബൊമ്മെ കേസ് പോലെയോ നമുക്കറിയാം. ഇപ്പോൾ ശബരിമല ജഡ്ജ്മെന്റുമായി ബന്ധപ്പെട്ട് അത് മൗലിക അവകാശങ്ങളുടെ 2 ആർട്ടിക്കിളുകൾ തമ്മിലുള്ള ഒരു ക്ലാഷ് ഇതിനകത്തുണ്ട്. ആർട്ടിക്കിൾ 14 എന്ന് പറയുന്ന റൈറ്റ് ടു ഇക്വാളിറ്റിയും ആർട്ടിക്കിൾ 25 എന്ന് പറയുന്ന വിശ്വാസത്തിന്റെ അവകാശം എന്ന് വരും. അപ്പൊ അതിന്റെ അങ്ങനെയുള്ള ഇങ്ങനെ അവ്യക്തതയുള്ള കാര്യങ്ങളിൽ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമുക്കറിയാം ആ കേസ് 3 അംഗ ബെഞ്ചിന് പോയി, 5 അംഗ ബെഞ്ചിന് പോയി, 7 അംഗ ബെഞ്ചിന് പോയി, അങ്ങനെ മുന്നോട്ട് പോകുന്നു, വിശാല ബെഞ്ചിലേക്ക് പോകുന്നു. പക്ഷെ നമുക്കറിയാം ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് പോലും അതിനകത്ത് ഉയർന്ന ഭരണഘടനാപരമായ വിഷയങ്ങളിൽ തീരുമാനമെടുത്തത് 2 അംഗ 3 അംഗ ബെഞ്ചാണ് തീരുമാനമെടുത്തത്. അപ്പൊ അതുപോലും അത് ഒരു വിശാല ബെഞ്ചിലേക്കല്ല കാര്യങ്ങൾ പോയിരിക്കുന്നത്. ഇപ്പോൾ നിലവിലിരിക്കുന്ന ഒരു നിയമത്തെ അതിനെ നിയമപരമായി ചോദ്യം ചെയ്യാം. അതിനകത്ത് അതിനുള്ള അവകാശമുണ്ട്, നിയമപരമായി ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട്. കേന്ദ്ര ഗവൺമെന്റിനുള്ള അവകാശമുണ്ട്. അതിന്റെ ഭാഗമാണുള്ള റിവ്യൂ പെറ്റീഷൻ. ആ റിവ്യൂ പെറ്റീഷൻ തള്ളിക്കളഞ്ഞാൽ അതിന് മുകളിലേക്ക് വേണമെങ്കിലും ബഹുമാനപ്പെട്ട കേന്ദ്ര സർക്കാരിന് മുന്നോട്ട് പോകാം. പക്ഷെ ഇപ്പോൾ നിലവിലിരിക്കുന്ന ഒരു നിയമത്തെ, കാരണം സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റിനെ അത് ചോദ്യം ചെയ്തത് ശരിയായില്ല എന്നതാണ് എനിക്ക് ഇവിടെ ചൂണ്ടിക്കാണിക്കാനുള്ളത്.